പടക്കം പൊട്ടി 9 വയസ്സുകാരന് ജീവൻ നഷ്ടമായി. അഴീക്കോട് സ്വദേശിയായ അമ്മൻ എന്ന കുട്ടിയാണ് മരിച്ചത്. ആഘോഷങ്ങൾക്കിടെ പൊട്ടാത്ത പടക്കം എടുക്കാൻ ചെന്നപ്പോഴായിരുന്നു ഈ അപകടം. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എനിക്ക് ഇടതുവശത്ത് കാണുന്ന ഈ മൈതാനത്താണ് അപകടമുണ്ടായത്. ഏതാണ്ട് 11:30 എന്നാണ് ദൃക്സാക്ഷികളെല്ലാം തന്നെ പറയുന്നത്. ഈ അപകടം നടന്നതിന്റെ ചോരയും മറ്റും എല്ലാം തന്നെ ഈ സ്ഥലങ്ങളിൽ കാണാനുണ്ട്. കുട്ടികൾ വന്ന സൈക്കിളുകൾ എല്ലാം ഇപ്പോഴും ഇവിടെയുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നതിന് കൃത്യമായ വിവരം ഇപ്പോഴും ലഭ്യമല്ല. പക്ഷേ മനസ്സിലാക്കിയെടുത്തോളമുള്ള കാര്യം, അല്ലെങ്കിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, പൊട്ടാത്ത പടക്കങ്ങൾ ശേഖരിച്ച് അതിലെ രാസവസ്തുക്കൾ അഴിച്ച് മറ്റൊരു ഇതിലേക്ക് നിറച്ച് അതിന് തീ കൊടുത്തപ്പോഴാണ് അപകടമുണ്ടായത് എന്നാണ് പ്രാഥമികമായി അവർക്ക് ലഭിക്കുന്ന വിവരം. കുട്ടികൾ ഇതുപോലെ ഇതിനു മുൻപ് വിഷു സമയങ്ങളിലെല്ലാം തന്നെ ഈ പരിസരത്തുള്ള കുട്ടികൾ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തതായും ഈ ബന്ധുക്കളും ഈ അയൽവാസികളും മറ്റും പറയുന്നുമുണ്ട്. പ്രശാന്ത് പറയുന്നതനുസരിച്ച് അദ്ദേഹം ഇതുവഴി വരുമ്പോൾ ഇവിടെ ബഹളം കേൾക്കുന്നു, കരച്ചിൽ കേൾക്കുന്നു, ഈ കുട്ടി ഇവിടെ വീണ് കിടക്കുന്നത് കാണുന്നു. ഉടൻ തന്നെ പരിസരത്തുണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷയിലേക്ക് ഈ കുട്ടിയെ കയറ്റുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഞാൻ 2 വീലർ കൊണ്ട് ഇപ്പോഴുള്ള പീടിയിലേക്ക് വീഴുന്നു. അപ്പം കാണുന്ന കുട്ടി ഇങ്ങനെ കിടങ്ങിനടുത്ത് കിടക്കുന്നതാണ്. ഈ ഭാഗത്ത് ഇങ്ങനെ വലിക്കുക കാണുന്നുണ്ട്. വലിക്കുന്ന ചോര മാത്രമേ കാണുന്നുള്ളൂ, അല്ലാണ്ട് വേറെ പൊട്ടിച്ചതറിയൊന്നും കാണുന്നില്ല. ചോര അങ്ങനെ കാണുന്നു. അതിനോട്ട് വല്ല ഹെൽത്തെത്തുമ്പോൾ ആംബുലൻസ് എത്തി. അങ്ങനെ ഓട്ടോന്ന് തിരിച്ച് ആംബുലൻസ് കയറ്റിയിട്ടാണ് കണ്ണൂരേക്ക് കൊണ്ടുവന്നത്. പോലീസ് എത്തി പ്രാഥമികമായ അന്വേഷണം നടത്തിയപ്പോൾ അപ്പോഴും എവിടെ നിന്നാണ് ഈ രാസവസ്തു കിട്ടിയത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളില്ല. പക്ഷേ അത് രാസവസ്തു പൊട്ടിയതാണ് എന്നും അതിനകത്ത് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നും പോലീസ് മനസ്സിലാക്കുന്നു. Further investigation is going on, but so far we have prima facie not found any foul play in this. It was just kids playing with the firecrackers and something went wrong. Bad day for Amal. പരിസരത്തൊരു CCTV ഉണ്ട്. ആ CCTVയിൽ കൃത്യമായ ദൃശ്യങ്ങളില്ല. പകരം അവിടെ ഒരു പൊട്ടൽ നടക്കുന്നതിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അത് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ CCTVയും ഉള്ളത്. കുട്ടികൾ ഈ അമാന്റെ ഏതാണ്ട് അതിന് സമപ്രായക്കാരായ കുട്ടികൾ, ഈ പരിസരത്തുള്ള കുട്ടികൾ, അവർ അവിടെ ദൂരെ നിന്ന് കളിക്കുകയായിരുന്നു. അവരുടെ ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേട്ട് അവർ ഓടിയെത്തുമ്പോഴേക്കും കുട്ടി ഇവിടെ വീണ് കിടക്കുന്നത് കാണുകയും അവർ നിലവിളിക്കുകയും ചെയ്തു. അതോടുകൂടി ആൾക്കാർ ആ കുട്ടിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ പൊട്ടാനുണ്ടായ സാഹചര്യം കാരണം എന്ന് പറയുന്നത് ഇവിടുന്ന് ശേഖരിച്ച വെടിമരുന്നുകളാണ്, രാസവസ്തുക്കളാണ്. ആ രാസവസ്തുക്കൾ ഉപയോഗിച്ച് കുട്ടികൾ കളിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്.